ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എൻസൈംസ് ആണ് കേട്ടോ. എൻസൈം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻസൈം വർക്ക് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഈ എൻസൈമിന്റെ പേരൊക്കെ ലഭിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ ബേസിക്കലി ഞാൻ ഒരു റിയാക്ഷൻ പറയാം. A+B എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. സോ നമുക്ക് റിസൾട്ടിങ് കിട്ടുന്നത് AB ആണ്. സോ ഇത് 2 മണിക്കൂർ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് 30 സെക്കൻഡ് കൊണ്ട് ഈ റിയാക്ഷനിൽ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ C ആഡ് ചെയ്യുവാണ്. സോ A+B അല്ലെങ്കിൽ AB+C എന്ന് പറയുന്ന റിയാക്ഷൻ കിട്ടി. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എയും ബിയുമാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു കാരണവശാലും സി പങ്കെടുക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ A+B എന്ന് പറയുന്നത് AB ആകാനായിട്ട് 30 സെക്കൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്തു, റിയാക്ഷൻസിനെ ഫാസ്റ്റ് അപ്പൻ ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എൻസൈംസ് എന്ന് പറയാം. സോ എൻസൈം എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്, അതായത് ബയോ കെമിക്കൽ റിയാക്ഷൻസ്. ഈ ബയോ കെമിക്കൽ റിയാക്ഷൻസ് എവിടെ നടക്കുക, ഒരു ലിവിങ് ഓർഗാനിസം, അത് മനുഷ്യരമാകാം മൃഗമാകാം. സോ ഏതൊരു ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്ന ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോ കെമിക്കൽ റിയാക്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആർ കോൾഡ് ആസ് എന്ത്, എൻസൈം എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ബേസിക്കലി എൻസൈം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സ്, അത് മാത്രമല്ല ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലൈക്ക് ആന്റിബയോട്ടിക്സ്, വാഷിംഗ് പൗഡർ, അനലിറ്റിക്കൽ ഡിവൈസിലൊക്കെ ഒരുപാട് തരത്തിൽ നമ്മളെ എൻസൈംസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതാണ് എൻസൈമിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇത് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. സോ ഇറ്റ്സ് നോട്ട് ന്യൂ, പണ്ട് മുതലേ പഠിക്കുന്ന കാര്യം. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നേച്ചർ ഓഫ് എൻസൈം. എൻസൈംസ് എന്റെ നേച്ചറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. The first one is protein catalyst. എന്താണ് പ്രോട്ടീൻ കാറ്റലിസ്റ്റ് ആണ്. സോ എന്താണ്, അതായത് മോസ്റ്റ് എൻസൈംസ്, ഏകദേശം എല്ലാ എൻസൈംസും ഗ്ലോബുലർ പ്രോട്ടീൻസ് ആണ്. ഈ ഒരു പോയിന്റ് മറന്നു പോകരുത്, എല്ലാ എൻസൈംസും ഗ്ലോബുലർ പ്രോട്ടീൻസ് ആണ്. ഇനി അത് മാത്രമല്ല ഇവർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, അതായത് റിയാക്ഷൻ ഫാസ്റ്റ് അപ്പൺ ചെയ്യുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. അപ്പൊ എന്ത് പഠിച്ചു, നേച്ചർ ഓഫ് എൻസൈമിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ കാറ്റലിസ്റ്റ് ആണ്. രണ്ടാമത്തത് RNA കാറ്റലിസ്റ്റ് ആണ്, അതായത് ചില RNA മോളിക്യൂൾസുകൾ നമ്മൾ റൈബോസോംസ് എന്ന് പറയാറുണ്ട് അല്ലേ. സം RNA മോളിക്യൂൾസ് കാൾഡ് റൈബോസോംസ് അല്ലേ. ഓൾസോ പോസസ് കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി. ഈ പറയുന്ന RNA മോളിക്യൂൾസിന് എന്തുണ്ട്, കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അത് മാത്രമല്ല ജീൻ എക്സ്പ്രഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ സെക്കൻഡ് നേച്ചർ ഓഫ് എൻസൈം എന്ന് പറയുന്നത് RNA കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ പറഞ്ഞു സം RNA മോളിക്യൂൾസ് കോൾഡ് റൈബോസോംസ് എന്താണ്, പോസസ് കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ആൻഡ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ജീൻ എക്സ്പ്രഷൻ. ഇനി രണ്ടാമത്തത് എപ്സൈംസ് ആണ്. സോ എപ്സൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബോഡീസ്. നമ്മളെ ബോഡിയിൽ നമുക്കറിയാം, നമുക്ക് ആന്റിബോഡി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ചില ആന്റിബോഡീസിന് കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ RNAക്ക് കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു, ഇനി ആന്റിബോഡിക്കും കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതിനെയാണ് നമ്മൾ എപ്സൈംസ് എന്ന് പറയുക. സോ ബേസിക്കലി ഇൻഡസ്ട്രിയിലും തെറാപ്യൂട്ടിക്സിലും ഒക്കെയാണ് കൂടുതൽ എപ്സൈംസ് നമുക്ക് ഉപയോഗിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് എഫിഷ്യൻസി ആണ്. എൻസൈംസിന് ഒരുപാട്, അല്ലെങ്കിൽ നമുക്ക് പറയാത്ത മോസ്റ്റ് റിമാർക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ചില സമയങ്ങളിൽ 1 മില്യൺ സെക്കൻഡിൽ പോലും റിയാക്ഷനെ ഫാസ്റ്റ് അപ്പൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഒന്ന് പ്രോട്ടീൻ കാറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ, പിന്നെ RNA കാറ്റലിസ്റ്റ് പറഞ്ഞു, എപ്സൈംസ് എന്താന്ന് പറഞ്ഞു, എപ്സൈംസ് ഈസ് എൻ ആന്റിബോഡി ആണ് അല്ലെ. കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് എൻസൈംസ് ഇങ്ങനൊരു നേച്ചർ ഉണ്ടെന്ന് പറയുന്നത്. ആൻഡ് എഫിഷ്യൻസി പറഞ്ഞു, വളരെ കൂടുതലാണ് എഫിഷ്യൻസി എന്നും പറഞ്ഞു. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് മേജർ ആയിട്ട് എൻസൈമിന്റെ നാച്ചറിനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻസൈം നോമൻക്ലേച്ചർ ആണ്. അപ്പൊ എങ്ങനെയാണ് എൻസൈംസിന് പണ്ട് കാലങ്ങളിൽ പേരിട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു എൻസൈംസിന് പേരുകൾ നമ്മൾ ചെയ്തിരുന്നത്, നെയിമിങ് ചെയ്തിരുന്നത്. സോ അങ്ങനെ എൻസൈംസിന് സ്പെസിഫിക് ആയിട്ടൊരു പേരോ കാര്യങ്ങളോ ഒന്നും പണ്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് എൻസൈമിന്റെ ഫംഗ്ഷൻ അനുസരിച്ചോ സബ്സ്ട്രേറ്റ് അനുസരിച്ചോ ഒന്നും നമ്മുടെ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആരാണോ ഡിസ്കവർ ചെയ്യുന്നത് അവരുടെ ഒരു ചെയ്ത വിഹാരം വെച്ചിട്ട് അവർ പേരൊക്കെ ഇട്ട് സെറ്റാക്കി വിടുകയായിരുന്നു ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, അതിനുശേഷമാണ് സബ്സ്ട്രേറ്റ് ബേസ്ഡ് നെയിംസ് ഇംപ്ലിമെന്റ് ചെയ്തത്. സബ്സ്ട്രേറ്റ് ബേസ്ഡ് നെയിം, അതായത് സബ്സ്ട്രേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നെയിം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ചില എൻസൈംസുകളിൽ സഫിക്സിൽ ഏസ് എന്ന് ആഡ് ചെയ്യാൻ തുടങ്ങി, അതായത് സബ്സ്ട്രേറ്റിന്റെ കൂടെ ഏസ് എന്ന് ആഡ് ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പം ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം ആണ്, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം ആണ്. സോ ലിപ്പേസ് മീൻസ് ലിപ്പിഡിന്റെ കൂടെ ഏസ് എന്ന് ചേർക്കാൻ തുടങ്ങി, കണ്ടോ, ലിപ്പേസ്. സോ ന്യൂക്ലിക് ആസിഡിന്റെ കൂടെ ന്യൂക്ലിയസ് എന്ന് ചെയ്തു. അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്തു,
ചില സഫിക്സുകളിൽ എയ്സ് എന്ന് ചേർക്കാനായിട്ട് തുടങ്ങി, സബ്സ്ട്രേറ്റിന്റെ കൂടെ എയ്സ്. അപ്പോൾ സബ്സ്ട്രേറ്റ് ബേസ്ഡ് നെയിംസുകൾ ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നെയാണ് IUB ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതായത് 1961 ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോ കെമിസ്ട്രി എന്ത് ചെയ്ത് ഒരു എൻസൈം കമ്മീഷൻ കൊണ്ടുവന്നത്. അതായത് നമുക്ക് എൻസൈംസിന് സ്റ്റാൻഡേർഡ് നോമൻക്ലേച്ചർ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതിന്റെ ബേസിൽ IUB ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനുശേഷം ലാസ്റ്റ് വന്നതാണ് മോഡേൺ സിസ്റ്റം. അത് 1964 മുതലാണ് IUB സിസ്റ്റം കൊണ്ടുവന്നത്. അതായത് നമ്മൾ എൻസൈംസിനെ മേജർ ക്ലാസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിന്റെ അപ്പോൾ കാറ്റലിസ്റ്റിക് ആക്ഷൻ വെച്ച് നമ്മൾ തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് അതിന് പേരുകളൊക്കെ മാറി മാറി വന്നു തുടങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ. എയർലി നെയിമിംഗിൽ പേരുകളില്ല. പിന്നെ സബ്സ്ട്രേറ്റ് ബേസ് വന്നു, പിന്നെ IUB ക്ലാസിഫിക്കേഷൻ വന്നു, പിന്നെ മോഡേൺ സിസ്റ്റം ബേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും 6 മേജർ ആയിട്ട് തിരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് ഇത്ര എളുപ്പമാണ്, കാര്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് എൻസൈം ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യത്തെ 3 പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡോ റിഡക്ടേസ്. പേര് പറയുന്നത് പോലെ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓക്സിഡോ റിഡക്ടേസ്. എളുപ്പമല്ലേ? അപ്പൊ ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺ ബിറ്റ്വീൻ മോളിക്യൂൾസ്, ബേസിക്കലി മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഇൻവോൾവ് ആവുന്നതിനെയാണ് നമ്മൾ ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫെറേസ് ആണ്. അതായത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനെ, ഈ നമുക്കറിയാം ഓൾറെഡി ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിലേക്ക്, ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിൽ എന്ന് ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫറേസ് എന്ന് പറയും. എൻസൈം ദാറ്റ് കാറ്റലൈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്രം വൺ മോളിക്യൂൾ ടു അനദർ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോലേസ് ആണ്. സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഹൈഡ്രോളിസിസ്, പല കോമ്പൗണ്ടുകളുടെയും ഹൈഡ്രോളിസിന് സഹായിക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ ഹൈഡ്രോലേസ് എന്ന് പറയുക. അതായത് കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് വാട്ടർ ആഡ് ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോലേസ് എന്ന് പറയുക, അല്ലെ? സോ എന്താണ് ബ്രേക്കിംഗ് കെമിക്കൽ ബോണ്ട് ബൈ ആഡിങ് വാട്ടർ. സോ മേജർലി 3 പറഞ്ഞു. ദ ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡോ റിഡക്ടേസ്, ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നതാണ്, അല്ലെങ്കിൽ അത് രണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ബിറ്റ്വീൻ മോളിക്യൂൾസിനെ പറ്റി കൂടുതൽ ഡീൽ ചെയ്യുന്നതാണ് ഓക്സിഡോ റിഡക്ടേസ്. രണ്ടാമത്തെ ട്രാൻസ്ഫറേസ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിലേക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്ഫറേസ് എന്നും. ആൻഡ് തേർഡ് വൺ ഈസ് ഹൈഡ്രോലേസ്. അതായത് എന്ത് ചെയ്യുന്നു, ഇവിടെ ഹൈഡ്രോളിസ് നടക്കുന്നു, അല്ലെ? സോ കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആഡിങ് വാട്ടർ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ബേസിക്കലി ഫസ്റ്റ് 2, 3 അല്ലെങ്കിൽ ആദ്യത്തെ 3 പഠിച്ചു. ഓക്സിഡോ റിഡക്ടേസ്, ട്രാൻസ്ഫറേസ് ആൻഡ് ഹൈഡ്രോലേസ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എൻസൈം ക്ലാസിഫിക്കേഷൻ 4 to 6 ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ലയേഴ്സ് ആണ്. സോ ലയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് എൻസൈംസ് ആണ്. അതായത് അഡിഷനോ റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ് വിത്തൗട്ട് ഹൈഡ്രോളിസിസ്. അപ്പൊ ഹൈഡ്രോളിസിസ് നമ്മൾ പറഞ്ഞെന്താണ്, അവിടെ ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്, അല്ലെ? ഇവിടെ അങ്ങനെയല്ല. അതായത് ഹൈഡ്രോളിസിസ് നടക്കാണ്ട് ഒന്നെങ്കിൽ റിമൂവലോ അല്ലെങ്കിൽ അഡിഷനോ സബ്സ്ട്രേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ലയേഴ്സ് എന്ന് പറയാ. ഓഫൺ ഫോമിങ് ഡബിൾ ബോണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ, അതായത് എൻസൈംസ് കൂടുതലും സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അഡിഷൻ ആകാം അല്ലെങ്കിൽ റിമൂവൽ ആകാം, അഡിഷൻ ആകാം അല്ലെങ്കിൽ റിമൂവൽ ആകാം. ഇനി എന്തിന്റെ റിമൂവൽ ആണ്? എന്ത്? റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം സബ്സ്ട്രേറ്റ് വിത്തൗട്ട് ഹൈഡ്രോളിസ്. കണ്ടോ, ഹൈഡ്രോളിസ് ചെയ്യാണ്ട് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ്സുകളെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യുകയാണ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഈസ് ഐസോമറൈസ് ആണ്. എൻസൈംസ് ഇൻവോൾവ് ഇൻ ഐസോമറൈസേഷൻ റിയാക്ഷൻ. പേര് പറയുന്നത് പോലെ തന്നെ ഐസോമറൈസേഷൻ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐസോമറൈസ് എന്ന് പറയുക. സോ കാറ്റലൈസിങ് സ്ട്രക്ചറൽ റീഅറേഞ്ച്മെന്റ് വിത്തിൻ എ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ഒരു മോളിക്യൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ സ്ട്രക്ചറൽ റീഅറേഞ്ച്മെന്റ് നടക്കുന്നു. എന്ത് നടക്കുന്നു? സ്ട്രക്ചറൽ റീഅറേഞ്ച്മെന്റ് നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐസോമറൈസ് എന്ന് പറയുക. സോ നെക്സ്റ്റ് വൺ ഈസ് ലിഗേസ് ആണ്. ഇവിടെ എൻസൈം കാറ്റലൈസിങ് സിന്തറ്റിക് റിയാക്ഷൻ. എന്താ ചെയ്യുക, ഇവിടെ സിന്തറ്റിക് റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിഗേസ് എന്ന് പറയാം. വേർ 2 molecules are joined together. എന്ത് ചെയ്യുന്നു, 2 molecules join together, typically using ATP. ഇവിടെ ATP ഉപയോഗിച്ചുകൊണ്ട് 2 മോളിക്യൂൾസിനെ തമ്മിൽ എന്ത്
എന്ത് ചെയ്യുന്നു, ജോയിനിങ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് കൂടുതലും ലിഗേസ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് വീണ്ടും പറഞ്ഞേ. ഫസ്റ്റ് വൺ ഈസ് ലയേസ് പറഞ്ഞു, അഡിഷൻ ഓർ റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ് വിത്തൗട്ട് ഹൈഡ്രോളിസിസ് ആണ്, ആൻഡ് ഓഫൻ ഫോമിംഗ് ഡബിൾ ബോണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഐസോമറൈസ് ആണ്. ഇവിടെ എന്താണ്, ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലിഗേസ് ആണ്, സിന്തറ്റിക് റിയാക്ഷൻ ആണ്. 2 മോളിക്യൂൾസിനെ ജോയിൻ ടുഗദർ ബൈ യൂസിങ് ATP ആണ്. അപ്പൊ ഇത്രയുമാണ് എൻസൈമിന്റെ 4 to 6 ക്ലാസിഫിക്കേഷൻ. പറയാൻ പോകുന്ന കെമിക്കൽ നേച്ചർ ഓഫ് എൻസൈംസ് ആണ്. എൻസൈംസിന്റെ കെമിക്കൽ നേച്ചർ എങ്ങനെയാണ്, അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നതാണ് പ്രോട്ടീൻ സ്ട്രക്ചർ. അതായത് എൻസൈംസുകളെല്ലാം പ്രൈമറിലി എന്താണ്, പ്രോട്ടീൻ ആണ്. എൻസൈംസ് ആർ പ്രൈമർലി പ്രോട്ടീൻ ആണ് വിത്ത് സ്പെസിഫിക് ടെറിഷറി സ്ട്രക്ചേഴ്സ് എസെൻഷ്യൽ ഫോർ കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി. അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് എൻസൈംസിന് പ്രോട്ടീൻ സ്ട്രക്ചേർഡ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തേതാണ് വിത്ത് സ്പെസിഫിക് ടെറിഷറി സ്ട്രക്ചർ എസെൻഷ്യൽ ഫോർ ദി കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി. സോ നെക്സ്റ്റ് വൺ ഈസ് ഹോളോ എൻസൈംസ് ആണ്. അതായത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എൻസൈം എന്ന് പറയുന്നത് അപ്പോ എൻസൈം ആണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ പാർട്ടാണ്. അതുമാത്രമല്ല കോ എൻസൈം, നോൺ പ്രോട്ടീൻ ഓർഗാനിക് പാർട്ടും ആണ്. അതായത് എപ്പോഴും ഒരു എൻസൈമിൽ ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ടാകാം, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാകാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എൻസൈമിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രോട്ടീൻ പാർട്ടും ഒരു നോൺ പ്രോട്ടീൻ പാർട്ടുമായിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഈ ഹാലോ എൻസൈം എന്ന് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആണ്. സോ പ്രോസ്തെറ്റിക് അതായത് എക്സ്ട്രാ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. സോ നോൺ പ്രോട്ടീൻ മൊയിറ്റി എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞില്ലേ, നോൺ പ്രോട്ടീൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. സോ നോൺ പ്രോട്ടീൻ മൊയിറ്റി ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. അതായത് പ്രോട്ടീന്റെ കൂടെ ടൈറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, നോൺ പ്രോട്ടീൻ മൊയിറ്റി കൂടെ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബൗണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് കിട്ടുന്നത്, ഇതിന് കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കോഫാക്ടേഴ്സ് ആണ്. ഇൻഓർഗാനിക് അയോൺസോ അല്ലെങ്കിൽ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസോ ചില സമയത്ത് എൻസൈംസിന് അതിന്റെ ഫങ്ഷൻസ് കാണിക്കാനായിട്ട് വേണ്ടി വരും. അതായത് ഒന്നും കൂടെ പറയാം, ഇൻഓർഗാനിക് അയോൺസോ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസോ ചില എൻസൈംസിന് അതിന്റെ ഫങ്ഷൻസ് കാണിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, ഒന്ന് പ്രോട്ടീൻ സ്ട്രക്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതായത് എൻസൈംസിന് ഒരു പ്രോട്ടീൻ ഒരു മൊയിറ്റി അല്ലെങ്കിൽ പ്രൈമർലി പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് ഹാലോ എൻസൈം പറഞ്ഞു, അതായത് ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, അതായത് നോൺ പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ പാർട്ടിന്റെ കൂടെ ചേർന്ന് ടൈറ്റ് ആയിട്ടായിരിക്കുന്നത്, അതാണ് നമുക്ക് കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് കോഫാക്ടർ പറഞ്ഞു, അതായത് ഇൻഓർഗാനിക് അയോൺസോ അല്ലെങ്കിൽ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസോ അത്യാവശ്യമാണ് എന്നുള്ളതും കൂടെ പറഞ്ഞു. സോ സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് നോൺ പ്രോട്ടീൻ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അത് മാത്രമല്ല, ഇതിന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനോർഗാനിക് അയോൺസുകളോ അല്ലെങ്കിൽ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസോ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ ഈ നോൺ പ്രോട്ടീൻ പാർട്ടും കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റിക്ക് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു P+NP ആൻഡ് I/C എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആ പോയിന്റ്സുകളെല്ലാം ഓർമ്മ കിട്ടും. സോ ഇത്രയുമാണ് കെമിക്കൽ നേച്ചർ ഓഫ് എൻസൈംസിനെ പറ്റി പറയുന്നുള്ളത്. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ഫങ്ഷൻസ് ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ എൻസൈം എങ്ങനെയാണ് ആക്ട് എന്ന് പറഞ്ഞുതരാം കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നിങ്ങൾ എൻസൈം എന്ന് കരുതിക്കോളാം. ഓക്കെ, ഇതാണ് എൻസൈം, ഇതാണ് സബ്സ്ട്രേറ്റ് എന്ന് കരുതിക്കോളാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻസൈം സബ്സ്ട്രേറ്റിന്റെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യണം. അതെങ്ങനെ ഫോം ചെയ്യും, ഈ സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിന്റെ അവിടെ വന്നിട്ട് നിന്ന് ലോക്കിംഗ് മെക്കാനിസിൽ ഒന്ന് ലോക്ക് ആവുന്നു. ഓക്കെ, ലോക്ക് ആയതിനു ശേഷം അവിടെ എന്ത് നടക്കുന്നു, ഒരു പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ എൻസൈമിൽ എന്ത് ചെയ്യുന്നു, ഈ സബ്സ്ട്രേറ്റ് പുറത്തേക്ക് ഈ പ്രൊഡക്റ്റ് നിന്ന് ലീവ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലീവിങ് ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം. സോ ഈ വന്നിരിക്കുന്ന ഭാഗമില്ലേ, ഇതിനാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുക കേട്ടോ. സോ ഇങ്ങനെയാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഫൈനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം എൻസൈം
സബ്സ്ട്രേറ്റ് ഫോം ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് എൻസൈം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു, ആൻഡ് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് റിലീസായിട്ട് എൻസൈമിൽ നിന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നടക്കുക എന്നുള്ളത് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സോ അതിൽ എൻസൈം കോൺസെൻട്രേഷൻ ആണ്. സോ ഇപ്പൊ നമ്മൾ എൻസൈംസ് കൂടുതലാണ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് എൻസൈം കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ലീനിയർ ഇൻക്രീസ് ഇൻ റിയാക്ഷൻ റേറ്റ് എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും എന്നുള്ളതാണ്. വെൻ സബ്സ്ട്രേറ്റ് ഈസ് എക്സസ്, അതായത് നമുക്ക് എൻസൈംസിന്റെ അളവ് കൂടുന്തോറും റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും എന്നുള്ളതാണ്. രണ്ട് സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ്. റിയാക്ഷൻ റേറ്റ് എപ്പോഴും എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും വെച്ചിട്ടായിരിക്കും റിയാക്ഷൻ എപ്പോഴും എന്ത് ചെയ്യുക, എപ്പോഴും കോറിലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് പ്രൊസീഡിങ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്, ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സബ്സ്ട്രേറ്റ് ആണെന്നുള്ളതാണ്, ഇൻഡിപെൻഡന്റ്ലി ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ആക്ടിവിറ്റി മെഷർമെന്റ് ആണ്. എൻസൈമിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ലിവിങ് ബോഡിയിൽ എത്രത്തോളം എൻസൈം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു റിയാക്ഷൻ ഇട്ട് കൊടുക്കുക. ആ റിയാക്ഷന്റെ കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അനലൈസ് ചെയ്താൽ എത്ര എൻസൈമിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി മെഷർമെന്റ് എപ്പോഴും എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, pH ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇസ് എൻസൈം കോൺസെൻട്രേഷൻ. ഞാൻ പറഞ്ഞു എൻസൈമിന്റെ കോൺസെൻട്രേഷൻ ലീനിയർ ഇൻക്രീസ് ഇൻ റിയാക്ഷൻ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഇൻക്രീസ്ഡ് എൻസൈം കോൺസെൻട്രേഷൻ ആണെങ്കിൽ. പിന്നെ സീറോ ഓർഡർ കൈനറ്റിക്സ് പറഞ്ഞു, റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, ബിക്കം ഇൻഡിപെൻഡന്റ് ആകും ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പ്രൊസീഡിങ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. സോ ഇതൊക്കെ അതുപോലെ തന്നെ പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് സബ്സ്ട്രേറ്റും ടെമ്പറേച്ചറിലും എങ്ങനെയാണ് എൻസൈമിന്റെ ഫംഗ്ഷൻ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ പറ്റാ പറയാൻ പോകുന്നത്. സോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇൻക്രീസിങ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ എന്ത് നടക്കുന്നു, ഇൻക്രീസ് റിയാക്ഷൻ വെലോസിറ്റിയും കൂടുന്നു വിത്ത് എ ലിമിറ്റഡ് റേഞ്ച്. ഒരു ലിമിറ്റഡ് റേഞ്ചിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ റിയാക്ഷനും കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ 3 ഡിഫറെന്റ് ഫേസ് ആയിട്ട് കാണിക്കാം, ലീനിയർ, കർവ്ഡ് ആൻഡ് പ്ലാറ്റ്യൂ. സോ അതിന്റെ ഒരു പടം ഞാൻ വരച്ചു തരാം. സോ ഇതൊരു ഗ്രാഫ് ആയിട്ട് കരുതുക, ഇതൊരു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് കരുതുക, ഇത് വെലോസിറ്റി കേട്ടോ. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്, റിയാക്ഷൻ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു ലീനിയർ എന്ന് പറഞ്ഞു അല്ലേ. സോ ലീനിയർ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, ലീനിയർ ആണ്. ഓക്കെ. രണ്ടാമത് കേർവ്ഡ് എന്ന് പറഞ്ഞു, കേർവ്ഡ് അല്ലെ, ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവുക, അപ്പൊ ചെറിയ കേർവിങ് ഉണ്ടായിരിക്കും. സോ ഇതാണ് എന്ത്, നമ്മുടെ കേർവ്ഡ്. ആൻഡ് പ്ലാറ്റ്യൂ മീൻസ് ഓൾമോസ്റ്റ് അൺചേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഓൾമോസ്റ്റ് അൺചേഞ്ച് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് എ, ഇത് ബി ആൻഡ് ഇത് സി, 3 എണ്ണമായിട്ട് കാണിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലിമിറ്റഡ് റേഞ്ച് ഉണ്ട്. ആ ലിമിറ്റഡ് റേഞ്ചിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ 3 റിയാക്ഷൻസും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ഗ്രാഫ് വെച്ച് പറഞ്ഞുതരാം. സോ ബേസിക്കലി ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ചിട്ട് എൻസൈമിന്റെ വെലോസിറ്റിയും കൂടും. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് എൻസൈമിന്റെ വെലോസിറ്റി കൂടി ഒരു പോയിന്റ് എത്തിയതിനു ശേഷം ആ ഡിക്ലൈൻ ആയിട്ട് പോകും. ഇതിനെയാണ് നമ്മൾ ബെൽ ഷേപ്ഡ് കർവ് എന്ന് പറയാം. അപ്പോൾ വെലോസിറ്റി കൂടുന്നത് ടെമ്പറേച്ചറുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ബേസിക്കലി 0 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. എല്ലാ എൻസൈംസും 0 to 40 ഡിഗ്രിക്ക് അകത്ത് എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു ആക്ടിവിറ്റി കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ബേസിക്കലി ടെമ്പറേച്ചർ എഫക്റ്റും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും. സിമ്പിൾ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് pH എഫക്റ്റ് ആണ്. ഇനി pHും പ്രൊഡക്റ്റ് കോൺസെൻട്രേഷനും ആണ്. സോ pH എന്ന് പറയുന്നത് ഒപ്റ്റിമൽ pH എപ്പോഴും മാക്സിമം വെലോസിറ്റി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എന്താണ് ഒപ്റ്റിമൽ pH എന്ന് വെച്ചാൽ മാക്സിമം വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആക്ടിവിറ്റി ഡിക്രീസ് എബോവ് ആൻഡ് ബിലോ ദ pH വിത്ത് എക്സ്ട്രീം pH ലീഡിങ് ടു ഇനാക്ടിവിറ്റി. അതായത് ഇപ്പൊ സ്പെസിഫിക് ആയ ഒരു pH അല്ല, അതായത് pH വളരെ കൂടുക, സ്പെസിഫിക് ആയിട്ട് പറയുന്ന ലിമിറ്റിൽ നിന്ന് വളരെ pH കൂടുകയോ അല്ലെങ്കിൽ pH വളരെ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രോപ്പർ pH എഫക്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഇനാക്ടിവിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെയും ബെൽ ഷേപ്ഡ് കർവ് നമുക്ക് പറയാം കേട്ടോ, ഡിക്ലൈൻ ആവുന്ന കാര്യങ്ങളൊക്കെ പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ആണ്. സോ അക്യൂമുലേഷൻ ഓഫ് റിയാക്ഷൻ പ്രൊഡക്റ്റ് ജനറലി ഡിക്രീസ് എൻസൈം വെലോസിറ്റി. ഇത്രയേ ഉള്ളൂ. എന്താണ് അക്യൂമുലേഷൻ ഓഫ് റിയാക്ഷൻ പ്രൊഡക്റ്റിന്റെ അക്യൂമുലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, എൻസൈം വെലോസിറ്റിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ ചില പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യുന്നു,
ചെയ്യുന്നു, ലൂസ് കോംപ്ലക്സ് വിത്ത് ദ എൻസൈം ആക്റ്റീവ് സൈറ്റ്. സോ ബേസിക്കലി നമുക്കറിയാം ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടല്ലേ, അപ്പൊ ഈ ആക്റ്റീവ് സൈറ്റിന്റെ അവിടെയുള്ള ആ ഒരു ബോണ്ടിങ്ങിൽ ഇത് ലൂസായി പോവുകയാണ് ചെയ്യുക. ലൂസായി പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓർമ്മയുണ്ടോ, നമ്മൾ ഈ സബ്സ്ട്രേറ്റ് വരച്ചു, അതിനുശേഷം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു, ഈ പ്രൊഡക്റ്റ് വന്ന് അങ്ങനെ റിലീസ് ചെയ്ത് പോകും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫർദറിൽ അവിടെ സബ്സ്ട്രേറ്റും എൻസൈമും തമ്മിലുള്ള ഒരു ബന്ധം ഇല്ലല്ലേ, ആ ബന്ധം നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫർദറിൽ എന്ത് ചെയ്യില്ല, പിന്നെ ഫർദറിൽ നമുക്ക് എൻസൈം ആക്ഷൻ കിട്ടില്ല, പ്രൊഡക്റ്റ് ഉണ്ടായി പോയി കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള റിമൂവൽ നമ്മുടെ ഈ എൻസൈമിൽ നിന്ന് ഈ ലാസ്റ്റ് പ്രൊഡക്റ്റ് സബ്സ്ട്രേറ്റ് കഴിഞ്ഞ് പ്രൊഡക്റ്റ് റിമൂവൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അത് പ്രിവെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു എൻസൈമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവേറ്റേഴ്സ് ആണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ഫങ്ഷൻസ് ആക്ടിവേറ്റേഴ്സ് ആണ്. സോ ഒരുപാട് ആക്ടിവേറ്റേഴ്സ് ഉണ്ടല്ലോ. ഫസ്റ്റ് വൺ ഈസ് മെറ്റാലിക് കാറ്റയോൺസ് ആണ്. സോ ചില എൻസൈംസിന് ചില മെറ്റാലിക് കാറ്റയോൺസിന് ആവശ്യമാണ്. Mg2+, Mn2+, Sn2+, Ca2+, Na+. സോ 2-3 പഠിച്ചു വെക്കുക. സോ മെറ്റാലിക് കാറ്റയോൺസ് വളരെ അത്യാവശ്യമാണ്. അതിന്റെ കൂടെ ആനയോൺസും, ലൈക്ക് ചില സമയത്ത് അമലീസിനാണെങ്കിൽ ചില ആനയോൺസ് ലൈക്ക് ക്ലോറൈഡ് ഒക്കെ ആവശ്യമായിട്ട് വന്നേക്കും. അതേപോലെ കുറച്ച് ആനയോൺസ് ആവശ്യമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവേഷൻ മെക്കാനിസം ആണ്. സോ മെറ്റൽസുകൾക്ക് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ബൈ കമ്പൈനിങ് വിത്ത് സബ്സ്ട്രേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം ചില മെറ്റൽസിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഫോമിങ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. സോ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനും ഈ മെറ്റൽസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ റിയാക്ഷൻസിലും എന്താണ് ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ മെറ്റൽസുകളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് കാര്യമാണ്, മനസ്സിലാക്കി പോയാൽ മതി. നമ്മൾ പറയാൻ പോകുന്ന മെറ്റൽ ആക്ടിവേറ്റ് എൻസൈംസും മെറ്റാലോ എൻസൈംസും ആണ്. സോ മെറ്റൽ ആക്ടിവേറ്റ് എൻസൈംസും മെറ്റാലോ എൻസൈംസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും മെറ്റൽസ് ആവശ്യമാണ് ആക്ടിവേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാറ്റലിസ്റ്റിക് പവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിനകത്ത് ഉള്ള ലൂസ്ലി പാക്ഡ്, ടൈറ്റ്ലി പാക്ഡ് എന്ന് പറയുന്ന 2-3 ഫാക്ടേഴ്സ് കാരണമാണ് ഇത് തമ്മിൽ വ്യത്യാസമാവുന്നത്. സോ ബേസിക്കലി എൻസൈംസിന്റെ ആക്ടിവിറ്റി, കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മെറ്റൽ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ മെറ്റൽ ആക്ടിവേറ്റ് എൻസൈം ആണെങ്കിൽ ലൂസ്ലി ഹെഡ് ആയിരിക്കും, ഈസിലി എക്സ്ചേഞ്ചബിൾ ആയിരിക്കും. ഇനി മെറ്റൽ എൻസൈംസ് ആണെങ്കിൽ ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും, നോട്ട് റെഡിലി എക്സ്ചേഞ്ച്. ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും എക്സ്ചേഞ്ച് നടക്കില്ല. അപ്പോൾ അതിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ATPase, NOLase ഒക്കെയാണ് എക്സാമ്പിൾ. മെറ്റാലോ എൻസൈംസിന് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, കാർബോണിക് അൺഹൈഡ്രേസ്, സാന്തീൻ ഓക്സിഡേസ് ഒക്കെയാണ് മെറ്റാലോ എൻസൈംസിന് എക്സാമ്പിൾ. സോ നോക്കി വെക്കുക, 2-3 എക്സാമ്പിൾസ് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എഴുതാനും പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടൈം, ലൈറ്റ്, റേഡിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ടൈം എഫക്ട് എങ്ങനെയാണ്, ഒപ്റ്റിമൽ കണ്ടീഷനിൽ pH ടെമ്പറേച്ചർ, അതായത് pHും ടെമ്പറേച്ചറും ഒപ്റ്റിമൽ ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ എൻസൈംസിന് സമയം കുറച്ച് മതി. അതായത് എല്ലാം ഒരു എൻസൈംസിന് ഫേവറബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒപ്റ്റിമലി ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് എൻസൈം ആക്ഷൻ അല്ലെങ്കിൽ കാറ്റലിസ്റ്റിക് ആക്ഷൻ എന്താണ്, നമുക്ക് കുറച്ച് സമയം മതി അല്ലെ. സോ ഇനി വേരിയേഷൻ വരികയാണ്, pHൽ വേരിയേഷൻ വരുന്നു, ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുവാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും, കാര്യം ഒപ്റ്റിമൽ അല്ലല്ലോ. ലൈറ്റ് ആൻഡ് റേഡിയേഷൻ ആണ്. UV ലൈറ്റിൽ ബീറ്റ, ഗാമ, എക്സ്റേ ഒക്കെ ആണെങ്കിൽ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്, പെറോക്സൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ട്. അതായത് എൻസൈംസിലൊക്കെ പെറോക്സൈഡ്സ് ഫോം ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, UV ലൈറ്റ്, ഗാമ, ബീറ്റ, അപ്പം ഇങ്ങനെയുള്ള എക്സ്റേസ് ഒക്കെ എന്ത് ചെയ്യാം, ഇനാക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ UV റേ ഇൻഹിബിറ്റ് സലൈവറി അമലേസ് ആക്ടിവിറ്റി. നമ്മുടെ സലൈവയിൽ കാണുന്ന സലൈവറി അമലേസിന്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യാറുണ്ട്, UV റേസ് ഇൻഹിബിറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബീറ്റ, ഗാമ, എക്സ്റേസ് ഒക്കെ എന്ത് ചെയ്യാം, എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാം ഡ്യൂ ടു പെറോക്സൈഡ് ഫോർമേഷൻ. ഓക്കെ, സോ പെറോക്സൈഡ് ഫോർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എൻസൈംസിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാം എന്നുള്ളതാണ്. സോ മോഡ് ഓഫ് എൻസൈം ആക്ഷൻ, ഇനി എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡുകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ലോക്ക് ആൻഡ് കീ മോഡലാണ്. സോ ലോക്ക് ആൻഡ് കീ മോഡൽ പ്രൊപ്പോസ് ചെയ്ത് എമിലാണ്. സോ ഇതാണ് ഫസ്റ്റ് മോഡൽ, എൻസൈം സബ്സ്ട്രേറ്റിന്റെ ഇന്ററാക്ഷനെ പറ്റിയിട്ട് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ കൂടുതലായിട്ട് പറയുന്ന ഒരു ഫസ്റ്റ് മോഡലാണ് ഫിഷേഴ്സ് കേട്ടോ. എമിൽ ഫിഷേഴ്സ് ആണ് കണ്ടുപിടിച്ചത്. സോ അതിനകത്ത് റിജിഡ് സ്ട്രക്ചർ മോഡൽ, അതായത് റിജിഡ് എൻസൈം സ്ട്രക്ചർ ആണെന്നും ഒരു
ഒരു പ്രീ ഷേപ്ഡ് ആക്ടിവേറ്റ് സൈറ്റ് ഉണ്ടും എന്നാണ് പറയുന്നത്. എൻസൈം എന്ന് പറയുന്നത് റിജിഡ്, നമ്മുടെ കീ പോലെ റിജിഡ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ഒരു പ്രീ ഷേപ്ഡ് ആക്ടിവേറ്റ് സൈറ്റ് ഉണ്ട്, നമ്മുടെ ലോക്കൊക്കെ ഇല്ലേ, ലോക്ക് പോലത്തെ ഒരു സൈറ്റും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്പെസിഫിക് ബൈൻഡിങ്, സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്ത് ലോക്ക് പോലെ ലോക്ക് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നതിന്റെ ആക്ഷൻ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ലിമിറ്റേഷൻ പറയുന്നുണ്ട്. സോ എൻസൈമിന്റെ ഫ്ലെക്സിബിലിറ്റി, കാരണം നമുക്ക് നോർമലി അറിയാം എൻസൈം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ചില സമയങ്ങളിലൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫ്ലെക്സിബിലിറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് പല റിയാക്ഷൻസിനെയും പറ്റിയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ അലോസ്റ്റിക് മോഡുലേഷൻ ഒന്നും ഇവർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ മേജർ ലിമിറ്റേഷൻ പറയുവാണെങ്കിൽ. അപ്പൊ ഒന്നും കൂടെ പറയാം, എമിൽ ഫിഷർ ആണ് പറഞ്ഞത്. ആൻഡ് റിജിഡ് സ്ട്രക്ചർ ഉണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞു എൻസൈംസ് എന്ന് പറയുന്നത് റിജിഡ് സ്ട്രക്ചറിൽ ഇരിക്കുന്നതാണ്, സ്പെസിഫിക് ബൈൻഡിങ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്ത് പറഞ്ഞു, ലിമിറ്റേഷൻസ് ഞാൻ പറഞ്ഞു. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഒന്നും അധികം പറയാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അലോസ്റ്ററിക് മോഡുലേഷൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ഓൾറെഡി ഒരു കഥകിൽ കീ തുറക്കുന്നത് പോലെ തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. സോ ബേസിക്കലി എൻസൈംസും സബ്സ്ട്രേറ്റിന്റെ ഇന്ററാക്ഷൻസ് ഒരു കഥകിന്റെ കീ തുറക്കുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ വേറൊരു കഥകിന്റെ കീ ഒഴിച്ച് തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഓരോ ലോക്കിനും ഓരോ കീ ഉണ്ട് എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു ഈ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നത്. സോ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി. എന്താണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ആണ്. സോ ഇത് പറഞ്ഞത് കൊസ്ലെൻസ് മോഡലാണ് പറയുന്നത്. കൊസ്ലെൻസ് പറഞ്ഞത് എൻസൈംസുകളെല്ലാം ഫ്ലെക്സിബിൾ സ്ട്രക്ചേർഡ് ആണെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു, പ്രൊപ്പോസ് ബൈ കൊസ്ലേഴ്സ് ആണ്. ദിസ് മെത്തഡ് സജസ്റ്റ് ഫ്ലെക്സിബിൾ എൻസൈം സ്ട്രക്ചർ. എൻസൈംസിനെല്ലാം എന്തുണ്ട്, ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. സോ കൺഫോർമേഷണൽ ചേഞ്ച് പറഞ്ഞു. സബ്സ്ട്രേറ്റ് ഇന്ററാക്ട്സ് ഇൻഡ്യൂസ് എ കൺഫോർമേഷണൽ ചേഞ്ച് ഇൻ ദ എൻസൈം ക്രിയേറ്റിംഗ് എ സ്ട്രോങ് ബൈൻഡിങ് സൈറ്റ്. സോ നമുക്ക് ഓൾറെഡി അറിയാം എൻസൈം സബ്സ്ട്രേറ്റ് ഇന്ററാക്ഷൻ ഉണ്ട്, അങ്ങനെയാണ് ഉണ്ടാവുക നമുക്കറിയാം അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ആക്ഷൻ ഉണ്ടാവുക എന്നറിയാം. സോ ഓൾറെഡി ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എക്സാമ്പിൾ പറയുവാണ്, ഒരു പടം വരയ്ക്കാം. സോ ഇത് ആക്റ്റീവ് സൈറ്റ് എന്ന് വിചാരിക്കുക, ഇത് സബ്സ്ട്രേറ്റ് ആണ് കേട്ടോ. സോ സബ്സ്ട്രേറ്റ് ആണ്. സോ ഈ എൻസൈം സബ്സ്ട്രേറ്റ് വന്ന് ലോക്കായി അല്ലെങ്കിൽ തമ്മിലൊരു ഒരു കൺഫോർമേഷണൽ ചേഞ്ച്, ആ ഒരു കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ട്. സോ നോർമലി അത് ലോക്ക് ആവുകയും അങ്ങനെ നമുക്ക് ആക്റ്റീവ് സൈറ്റിൽ നിന്ന് നമുക്ക് കാറ്റലിസ്റ്റിക് റിയാക്ഷൻ കിട്ടുന്നു. നമ്മളിപ്പോൾ പഠിക്കുന്ന തിയറികളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ഉള്ളത് കേട്ടോ. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞില്ല, സബ്സ്ട്രേറ്റും എൻസൈമിന്റെ ആക്ഷനൊക്കെ പറഞ്ഞില്ല, അത് തന്നെയാണ് നമുക്ക് ഈ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറിയിൽ പറയുന്നത്. സോ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് എക്സ്പെരിമെന്റൽ എവിഡൻസ് ഉണ്ടായിരുന്നു. കാര്യം സപ്പോർട്ടഡ് ബൈ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി പ്രൊവൈഡ് സ്ട്രോങ് എക്സ്പെരിമെന്റൽ ബാക്കിംഗ്. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ ഈ സബ്സ്ട്രേറ്റും ആക്റ്റീവ് സൈറ്റിന്റെയും ഒക്കെ ലോക്കിങ്ങും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നതൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് അലോസ്ട്രിക് മോഡുലേഷൻ നമുക്ക് ഇവിടെ പറയാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. എൻസൈം ആക്ടിവിറ്റിയുടെ അലോസ്ട്രിക് മോഡുലേഷൻ നമുക്ക് പറയാൻ പറ്റി. ആൻഡ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, അതായത് എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ മെക്കാനിസം വർക്ക് ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റി. ആൻഡ് എൻസൈം ഫ്ലെക്സിബിലിറ്റി അഡ്രസ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല കീ ആൻഡ് ലോക്ക് മെത്തേഡിൽ പറഞ്ഞ ലിമിറ്റേഷൻസ് ഒക്കെ ഇവിടെ അഡ്രസ് ചെയ്യാൻ പറ്റി. അതായത് നമ്മളിപ്പം ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു തിയറിയാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി. ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൊഹോർസ്ലാൻ ആണ് കൊണ്ടുവന്നത്. സോ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, എൻസൈം ഉണ്ട്, സ്ട്രോങ് ബൈൻഡിങ് സൈറ്റ് വന്നിട്ട് ആക്റ്റീവ് സൈറ്റ് ഫോർമേഷൻ ഉണ്ടാവുകയും അങ്ങനെയാണ് ഒരു കാറ്റലിസ്റ്റ് റിയാക്ഷൻ ഉണ്ടാവുന്നത് എന്ന് ഞാൻ പറഞ്ഞു. സോ അഡ്വാൻറ്റേജ് പറഞ്ഞു, എക്സ്പെരിമെന്റൽ എവിഡൻസ് പറഞ്ഞു, അലോസ്ട്രിക് മോഡുലേഷൻ പറയാൻ പറ്റി, കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ അവിടെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യ ഒരു ഫ്രെയിം വർക്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ആൻഡ് എൻസൈംസിന്റെ ഫ്ലെക്സിബിലിറ്റിയും പറയാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനായിട്ട് നിങ്ങളെ റെഫറൻസ് ടെക്സ്റ്റ് കൂടെ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഐഡിയാസ് കാണും, ഇമേജസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമായിട്ട് കിട്ടും. താങ്ക് യു.